ഒരു കാപ്പി കുടിച്ചുകൊണ്ടാണ് ട്ടോ ഇന്നത്തെ എന്റെ ഒരു ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. കാപ്പി കുടി കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ചോറും കറികളൊക്കെ ഞാൻ വേഗം റെഡിയാക്കിയേ. ഇന്ന് ചോറിന് രസവും വൻപയറും ആണ് ട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം ടിഫിൻ ബോക്സിൽ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ട്ടോ ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കിടക്കുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. 2-3 ദിവസമായിട്ട് ഉണ്ണി പറയുന്നതാണ് ട്ടോ അവന് ആലു പൊറോട്ട ഉണ്ടാക്കി കൊടുക്കണമെന്ന്. എങ്കിൽ പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി പൊട്ടറ്റോ ഓണിയൻ പറാട്ടയാണ് ട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. 2 ചെറിയ സവാള വളരെ നൈസായിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മഞ്ഞപ്പൊടി മുളകുപൊടി ജീരകപ്പൊടി ചാട്ട് മസാല കുറച്ച് കസ്തൂരി മേത്തി 2 ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചത് ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാണ് കേട്ടോ. ഞാൻ ഗോതമ്പ് പൊടി ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ ഉരുളകളാക്കി ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കാണ്. ചപ്പാത്തിയുടെ ഷേപ്പിൽ ആട്ട പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓണിയൻ പൊട്ടറ്റോ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് അതിലേക്ക് ഇട്ട് നല്ല പോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. അതിനുശേഷം ആ ചപ്പാത്തിയുടെ നടുക്കുന്ന ഒരു സൈഡിലേക്ക് കത്തിയോണ്ട് ഒന്ന് ഞാൻ മുറിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിനെ ത്രികോണാകൃതിയിൽ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ചും കൂടി പൊടി തൂവിയിട്ട് ഞാൻ അതൊന്നും കൂടി ഒന്ന് പതിയെ പരത്തിയെടുക്കുകയാണ്. ത്രികോണാകൃതിയിൽ തന്നെയാണ് ഞാൻ ആട്ടപ്പൊടി തൂവി പരത്തി കൊടുക്കുന്നത്. വളരെ പതുക്കെയാണ് അത് പരത്തിയെടുക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റഫ് ചെയ്തിരിക്കുന്ന ഉരുളക്കിഴങ്ങും സവാളയും എല്ലാം ചപ്പാത്തിക്കോലുമലും സ്ലാബുമലും എല്ലാം ഒട്ടിപ്പിടിക്കാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ. ഇനി പരത്തിയെടുത്ത പറാട്ട ഒരു തവ ചൂടാക്കി അതിലേക്ക് ഇട്ട് 2 സൈഡും എണ്ണ തൂവി തിരിച്ചും മറിച്ചുവിട്ട് ഞാനൊന്ന് ചുട്ടെടുക്കാണ്. അപ്പോഴേക്കും ഉണ്ണി കുളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോം ഇട്ട് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ അവനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുത്തട്ടാ. ചട്നി ഉണ്ടാക്കാനൊന്നും നേരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സോസിന്റെ കൂടെയാണ് അവന് പറാട്ട കൊടുത്തത്. പൊന്നൂനാണെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കുന്നത് അത് തന്നെ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുത്തു വിടണം കേട്ടോ. അവന്റെ ടിഫിൻ ബോക്സിൽ പറാട്ട വെച്ചതിന് ശേഷം അവന്റെ ലഞ്ച് ബാഗ് റെഡിയാക്കി കൊടുത്തു. അതിന് ശേഷം അവനുള്ള ഫുഡ് കൊടുത്തേ. പൊന്നൂന് പറാട്ട നല്ല ഇഷ്ടമായിട്ടാ. ഇനി വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോ ഇത് തന്നെ കഴിക്കാൻ കൊടുക്കണോന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്ടാ സ്കൂളിലേക്ക് പോയിരിക്കുന്നത്.